നമുക്ക് ഫൈനൽ 1 രൂപ കൊടുക്കും. 1 രൂപ സിംഗിൾ ഓണർ 1.1 ലിറ്റർ എഞ്ചിൻ 4 സിലിണ്ടർ. അതുകൊണ്ട് വില എത്ര വയ്ക്കുന്നുണ്ട്? വില നമുക്ക് പുതിയ ടാക്സ് അടച്ച് 45 രൂപ കൊടുക്കും. പുതിയ ടാക്സ് അടച്ച് 5 വർഷത്തിന് ടാക്സ് അടച്ചിട്ട് 45 രൂപ കൊടുക്കും. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 50 രൂപയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 50. ഇത് നമുക്ക് 1.35 കൊടുക്കാം. 1.35. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ MS മോട്ടോഴ്സിലെ വീഡിയോസ് ഇടുന്നില്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞോ വിചാരിച്ചത് നടന്നില്ല, ഓണം കഴിഞ്ഞ് വീഡിയോ എടുക്കാം. കുറച്ച് തിരക്കായിട്ട് കുറച്ച് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് നമ്മളെ ഷോപ്പിൽ. നമ്മൾ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കൈതാടി ജംഗ്ഷനിലാണ്. അതായത് നമ്മൾ അഞ്ചൽ കൈതാടി കൊല്ലം ജില്ലയിലാണ്. നമ്മൾ 5 കഴിഞ്ഞ് കൈതാടി സ്ഥലം, അത് കഴിഞ്ഞ് നമ്മൾ കുളത്തൂപ്പുറത്തോട്ട് പോണ റൂട്ടിലാണ്. വണ്ടി ഇത് ഏത് മോഡലാണ്? 2000 മോഡൽ മാരുതി 800 ആണ്. 2000 മോഡൽ. ഇത് കളർ എക്സോട്ടിക് ഗ്രീൻ എന്ന് പറയും. മാരുതിയുടെ ഐക്കോണിക് ആയിട്ടുള്ള കളറാണ്. ഐക്കോണിക് കളർ. നല്ല അത്യാവശ്യം വണ്ടിയാണ്. ഇന്റീരിയലൊക്കെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കമ്പനി സീറ്റ് അടക്കം. കമ്പനി സീറ്റ് കാര്യങ്ങൾ. നമ്മളതിൽ ഓണർഷിപ്പ് എത്രയാണ്? ഇത് 3ാമത്തെ ഓണർഷിപ്പ്. 3ാമത്തെ ഓണർഷിപ്പ്. പക്ഷെ വേറെ ഓരോ ചതവൊന്നുമില്ല. ഒന്നുമില്ല, നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കൊള്ളാല്ലേ. ഇത് കാർബേറ്റർ അല്ലേ? കാർബേറ്റർ. അതുകൊണ്ട് വില എത്ര വയ്ക്കുന്നുണ്ട്? വില നമുക്ക് പുതിയ ടാക്സ് അടച്ച് 45 രൂപ കൊടുക്കും. പുതിയ ടാക്സ് അടച്ച് 5 വർഷത്തിന് ടാക്സ് അടച്ചിട്ട് 45 രൂപ കൊടുക്കും. ഇൻഷുറൻസ് കിടപ്പുണ്ടല്ലേ? പക്ഷേ വണ്ടി കൊള്ളാം കേട്ടോ. പക്ഷെ വില കുറവാണെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. സെറ്റല്ലേ? സെറ്റ്. നമ്മൾ 45 രൂപ. 45 രൂപ ടാക്സ് എടുത്തിട്ട്. ടാക്സ് അടച്ചു. ഓ മാരുതിയില്ലേ? അതെ, ഇത് 2002 രജിസ്ട്രേഷൻ വണ്ടി. 27 വരെ പേപ്പർ. 2002. 27 വരെ പേപ്പർ. 27 വരെ കുഴപ്പമില്ല. ടയറെല്ലാം അത്യാവശ്യമുണ്ട്. ആവറേജ് ടയറുണ്ട്. വേറെ തുരുമ്പോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉള്ളതുണ്ട്, നല്ല ഷേപ്പൊക്കെ ഉള്ളതുണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 50 രൂപയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 50. പക്ഷേ 7 രൂപ. ഇൻഷുറൻസ് ഉള്ളപ്പോൾ ഉണ്ടാവില്ല. പുതിയ ഇൻഷുറൻസാണ്. പുതിയ ഇൻഷുറൻസ് ഇപ്പോൾ തീർന്ന് നടക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇൻഷുറൻസ് എടുത്ത് അവൾ എത്ര രൂപ കൊടുക്കണം? 50 രൂപ ആസ്കിംഗ് പ്രൈസ്, അഡ്ജസ്റ്റ് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട്. പുതിയ ഇൻഷുറൻസ്. വേറെ അടിപിടി അങ്ങനെ ഒന്നുമില്ല. എല്ലാം ക്ലിയർ. മെക്കാനിക്കൽ ഭാഗം എല്ലാം ക്ലിയർ അല്ലേ? അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഒരു ഓടിച്ചോടിക്കുന്നവർക്കൊക്കെ കൊള്ളായിരിക്കും. ഓടിച്ച് പഠിക്കുന്നവർക്ക് അത്യാവശ്യം പേപ്പർ എടുപ്പുണ്ടല്ലോ. 27 വരെ പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ് അത്യാവശ്യം. എനിക്കൊന്ന് ഇനി ഇത് കളറാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് പോളിഷ് ചെയ്താൽ കൂടെ കയറി വരും. പോളിഷ് ചെയ്തതിന്റെ ഇതാണ്. ചെറിയൊരു മങ്ങലുണ്ട്. പോളിഷ് ചെയ്താൽ മതി. എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാം. പിന്നെ കൊടുക്കാനാണെങ്കിൽ കൊടുക്കാം. അതെ. കാരണം ഏത് മോഡലാകാം? ഇത് 2006 വണ്ടി. 26 വരെ പേപ്പർ. 2006, 26 വരെ പേപ്പർ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഏറ്റവും കൂടുതൽ സിംഗിൾ ഓണർ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കൊള്ളാം കേട്ടോ. നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫൈനൽ 1 രൂപ കൊടുക്കും. 1 രൂപ സിംഗിൾ ഓണർ. 1.1 ലിറ്റർ എഞ്ചിൻ 4 സിലിണ്ടർ. 4 സിലിണ്ടർ ഉണ്ട്. ശരിയാണല്ലോ. ഇപ്പോൾ എല്ലാം 3 സിലിണ്ടർ ആണല്ലോ. അതെ. പക്ഷെ കൊള്ളാം കേട്ടോ. എല്ലാം ബ്ലാക്ക് വണ്ടിയാണല്ലേ? അല്ലേ, നമ്മൾ കയറിയപ്പോൾ കയറിയതാ. 1 രൂപ ഫിക്സഡ് റേറ്റ് ആണോ? എന്തെങ്കിലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് 1.1 ആണ്. അതെ. പക്ഷെ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഷേപ്പുള്ള വണ്ടി. ആക്സിഡന്റ് ഒന്നുമില്ല. ഷേപ്പ് കൊള്ളാം. സിംഗിൾ ഓണർ ആണെന്ന് അതെ ആ ഒരു ഇത് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ക്വാളിറ്റി ഇനിയിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നേരി കാണാൻ വണ്ടി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ ചോദിക്കുന്നത് LX ആണ്. AC പവർ സ്റ്റിയറിംഗ്. 2006 മോഡൽ. 2006 അല്ലേ? അതെ. ഓ, ഇനി പിന്നെ ചോദിക്കണ്ട. ഫിനാൻസിലല്ലേ? ഫിനാൻസ്. ശരി. അടുത്തത് A-Star അല്ലേ? A-Star ആണ്. A-Star VXi 2012 രജിസ്ട്രേഷൻ വണ്ടി. പാർക്ക് ആൻഡ് സെയിൽ ആണ് വണ്ടി കേട്ടോ. പാർക്ക് സെയിൽ. VXi ആകുമ്പോഴത്തേനും AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ ഉണ്ട് ഇൻബിൽട്ട്. പുതിയ സീറ്റോറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊള്ളാം കേട്ടോ. നല്ല നീറ്റായിട്ട്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. ഫ്രണ്ട് പുത്തൻ ടയർ ആഡ് ചെയ്തിട്ടുണ്ട്. MRF-ന്റെ. പക്ഷേ വണ്ടി കൊള്ളാം കേട്ടോ. നല്ല കളറാണ്. നല്ല കളർ. 3 ഓണർഷിപ്പ് ആയാലും കണ്ടാൽ പറയില്ല. നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2012 മോഡലല്ലേ? അതെ, 12 മോഡൽ. ഫ്രണ്ട് 2 പുത്തണ്ട്. ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ എങ്ങനെയാണ്? ഇൻഷുറൻസ് കിടപ്പുണ്ട്. ഇനി അങ്ങനെ ഒരു 6-7 മാസം ഉണ്ടാവും. ഉണ്ടല്ലേ? എത്ര ചോദിക്കുന്നത് വേണ്ടി? പാർട്ടി ആസ്കിംഗ് പ്രൈസ് 2 രൂപയാണ്. 2 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫിനാൻസ് കയറും. ഫിനാൻസ് കുറച്ച് കൊണ്ട് കിട്ടും. കുറച്ച് കയറും. 1 രൂപ 1.25 ഫിനാൻസ് കിട്ടും. 1 രൂപ എന്തായാലും കിട്ടുമല്ലോ. ബാക്കി 1 രൂപ ഇട്ടാൽ മതി. പക്ഷെ വണ്ടി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. 6000. അതെ. കാരണം പ്ലാസ്റ്റിക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതെ. ഇത് കമ്പനി പെയിന്റ് അല്ലേ? കമ്പനി പെയിന്റ്. ഓടിയിട്ടുണ്ടാകും. ഇത് 62 കിലോമീറ്റർ ഓടും. 62,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. അതെ. ബീറ്റ് 2010 LS വണ്ടി. ഇപ്പൊ പുതിയ ടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ.
ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു. ടെസ്റ്റ് കഴിഞ്ഞല്ല 5 വർഷം വരെ പേപ്പർ 2030 വരെ പേപ്പർ. ഈ ഇപ്പോഴേ ഈ പുതിയ ടെസ്റ്റിന്റെ പൈസ ടെസ്റ്റിംഗ് ഫീസ് ഇപ്പോൾ ചാർജ് കൂടിയിട്ടുണ്ട് 10,000 ആയിട്ടുണ്ട്. 20 വർഷം പഴക്കമുള്ള വണ്ടി. 20 വർഷം പഴക്കമുള്ളുണ്ട്. അതെ അടിപൊളി. പക്ഷെ കൊള്ളാം വണ്ടി, ഇന്ത്യയിലെ കൊള്ളാം. വണ്ടി 49 കിലോമീറ്റർ ഓടിയുള്ളൂ. 49. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു 800 ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്രയാവും? 800 15 വർഷം പഴക്കമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ടെസ്റ്റിംഗ് ഫീസ് മാത്രം 10,000 രൂപ, പിന്നെ അല്ലാതെ ടാക്സ് കൂടിയിട്ടുണ്ട് ഓൾറെഡി. എല്ലാം കൂടെ ഒരു 10-20 രൂപ ആവും. 25 രൂപ. ഒരു 30 രൂപ വണ്ടി എടുക്കുകയാണെങ്കിൽ അതെ വണ്ടി ടെസ്റ്റ് പറക്കുന്ന എങ്ങനെ ഒരു 15 രൂപ. അതെ ടെസ്റ്റ് വർക്ക് ഒരു 15 രൂപ, വണ്ടിയുടെ ടാക്സ് കാര്യങ്ങളെല്ലാം കൂടി. അതെ സബാഷ്. അതെ അത് കൂട്ട്. പക്ഷെ വണ്ടി ഇത് പെയിന്റ് അടിച്ചാണ്, അത് കമ്പനി പെയിന്റ് ആണ്, പോളിഷ് ചെയ്ത്. കമ്പനി പെയിന്റ് അല്ല, പെയിന്റ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ടയർ പുത്തൻ ടയർ ഫ്രണ്ട് ആഡ് ചെയ്തേക്കുന്നത്. ടെസ്റ്റ് ഇപ്പോൾ പാസ് ആയത്. ബേക്കും ഒക്കെ ആണല്ലോ. 5 വർഷം വരെ പേപ്പർ ഉണ്ട്, ഇപ്പം ആയതേ ഉള്ളൂ. അപ്പോൾ എത്ര വയ്ക്കുന്നില്ല വണ്ടി വില? നമുക്ക് ആസ്കിംഗ് പ്രൈസ് 1.35 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1.35 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 59 കിലോമീറ്റർ. 59. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഒരു സിംഗിൾ ഓണർ ഒരു ബീറ്റൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് കേട്ടോ. ബീറ്റ് പെട്രോൾ ആണേ. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ നമ്മളെ പെട്രോളിന് എത്ര മൈലേജ് കിട്ടുമോ? പെട്രോളിന് മൈലേജ് ഒരു 15 മൈലേജ് പ്രതീക്ഷിച്ചാൽ 15. പക്ഷേ കൊള്ളാമല്ലോ. വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, മെയിൻ്റെനൻസ് ഇല്ല. മെയിൻ്റെനൻസ് കുറവാണ്. അതെ, ഡീസലിനെ അപേക്ഷിച്ച് മെയിൻ്റെനൻസ് കുറവാണ്. അതെ. ഇത് 2007 ആൾട്ടോ, സിംഗിൾ ഓണർ വണ്ടിയെ. സിംഗിൾ ഓണർ. 27 വരെ പേപ്പർ ഉണ്ട്. റീപ്ലേസ്മെന്റ് വല്ലതും ഉണ്ടാകും? റീപ്ലേസ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് ഇവിടെ വന്നിട്ട് മാറിയാണ്? അതാ അല്ല, അത് ചെറിയ ക്രാക്കൊന്നും മാറിയത്. അറിയാതാണ്. ആക്സിഡന്റ് ഒന്നുമില്ല. ഇല്ലല്ലോ, ഗ്ലാസ് മാത്രമേ. 58 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓണർ എത്രയും? സിംഗിൾ ഓണർ. ഹിസ്റ്ററി അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി, ബോഡി ക്വാളിറ്റി ഉള്ളത്. കൊള്ളാം. എനിക്ക് അന്നിട്ട സീറ്റ് വരാൻ തോന്നുന്നു. അതെ, കമ്പനി സീറ്റ് വരാം. ടയറും നല്ല കളർ കൊള്ളാം കേട്ടോ. ഒന്നുമില്ല കേട്ടോ, വേറെ ടിൻഡോ തട്ടോ മുട്ടോ ഒന്നുമില്ല. എല്ലാം വണ്ടിയുടെ വില എത്ര ചോദിക്കുന്നുണ്ടോ? ഇത് നമുക്ക് പിന്നെ 1.20 ആസ്കിംഗ് പ്രൈസ്, അഡ്ജസ്റ്റ് കൊടുക്കാം. 1.15 കൊടുക്കാം ഫൈനൽ. 1.15. അത് 2007 മോഡൽ. നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. 2007 റീപ്ലേസ് ഒന്നുമില്ല. ഇപ്പം എന്തായാലും കമന്റ് ഞാൻ ചോദിക്കാം. എന്തായാലും കമന്റ് വില കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താണ് കമന്റ് ഇടുന്നത്? നമ്മൾ ഫുള്ള് വണ്ടിയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയ വണ്ടി ഇടുന്നത്. അതായത് ഫുള്ള് റീഫർബ് ചെയ്ത വണ്ടിയോടെ നമ്മൾ സെയിൽ ഇടുന്നത്. എടുത്തോണ്ട് പോകുന്നവർക്ക് ഒരു പണിയില്ല, വണ്ടി എടുക്കുക ഓടുക. വേറെ ബാക്കിയുള്ള എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഈവൻ എഞ്ചിൻ ഓയിൽ വരെ നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കും. ചേഞ്ച് ചെയ്തില്ലേ കൊടുക്കണം. അതിനി എടുത്തിട്ട് പിന്നെ വേറെ പണിയാൻ നിൽക്കില്ല. ഒന്നുമില്ല, 2 കോടി മാത്രം മതി. അതാണ്. അതെ, പക്ഷേ ഈ ഇന്ത്യക്ക് നമ്മളെ ആദ്യത്തെ വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ? അതെ, ഇന്ത്യക്ക് ടോക്കൺ ആയതാണ്. നമുക്ക് ഫിനാൻസിന്റെ ചെറിയൊരു ഇഷ്യൂ കാരണം അത് ക്യാൻസലായി. പക്ഷേ നല്ലൊരു വണ്ടിയാണ്. ഇത് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. സിംഗിൾ ഓൺ വണ്ടിയല്ലേ? സിംഗിൾ ഓൺ വണ്ടിയാണെങ്കിൽ ഒന്ന് ഓടിയല്ലേ വണ്ടി? ഒന്നും ഓടില്ല. 90 കിലോമീറ്റർ. കമ്പനി സർവീസ് എപ്പോഴും. കമ്പനി സർവീസ്. ഇതാകുമ്പം എനിക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം 2 ഡോർ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, 2 അല്ല 4 ആഡ് ചെയ്തു. 4 ആഡ് ചെയ്തു. പക്ഷേ നല്ലൊരു വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് 10-20 മൈലേജ് കിട്ടും. 20 എന്തായാലും കിട്ടും. CR4 എഞ്ചിന്. അത് മാത്രമല്ല ഈ വണ്ടി സൂക്ഷിച്ച് നോക്കിയത് ഒരു ഉറവ് പോലും. അതെ, എല്ലാം പക്ക. ആരായാലും നല്ലപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. സിംഗിൾ ഓൺ വണ്ടിയാണ്. 2013. അതെ, 13 അല്ലേ? 13. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറാൻ പാടായിരിക്കും. 2013. പക്ഷേ എത്ര രൂപ വണ്ടികൾ നമുക്ക് ഫൈനൽ 1 രൂപ കൊടുക്കാം. 1 രൂപ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നില്ല. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 1 രൂപ ഫ്രണ്ട് ഇടാറുണ്ട്. അപ്പൊ നീലാൾട്ടോ ഇത് ഏത് മോഡലാണ്? നീലാൾട്ടോ 2008 വണ്ടി. 2008 ആണ്. 28 വരെ പേപ്പർ ഉണ്ട്. 28 പേപ്പർ ഉണ്ട്. എത്ര ഓണർ ആയോ? സിംഗിൾ ഓണർ. പക്ഷേ കൊള്ളാം കേട്ടോ. ഇന്ത്യയിലെ കാണിക്കാൻ പറ്റും. അതെ, വേറെ പെയിന്റ് എല്ലാം ടച്ച് എല്ലാം പോളിഷ് എല്ലാം ചെയ്തിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് ബാക്ക് ഡോർ ഓക്കെ. നമുക്കിത് ഫൈനൽ 1 രൂപ കൊടുക്കാം. 1 രൂപ. സിംഗിൾ ഓണർ വണ്ടിയല്ലേ? സിംഗിൾ ഓണർ. 2008 ആകുമ്പോൾ 28 വരെ പേപ്പർ ഉണ്ട്. 28 പേപ്പർ ഉണ്ട്. ഫിനാൻസ് കയറത്തില്ലല്ലോ? ഇല്ല, ഫിനാൻസ് കയറത്തില്ല. കറക്റ്റ് 1 രൂപ. 1 രൂപ. നെഗോഷ്യബിൾ ഒന്നുമില്ലല്ലോ? ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് ആകാം. പുതിയ ഇൻഷുറൻസ് കഴിയാറായിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കും. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല പെയിന്റ് ആയിട്ടുണ്ട്. ഇത് മോഡലേ? ഇത് 2011 LX. 11 LX. 60 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫ്രണ്ട് ടയർ സെക്കൻഡ് ഓണർ. ടയർ ആവറേജ് ഉള്ളൂ. സെക്കൻഡ് ഓണർ. വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇത് ഏതാണ്? LX. അപ്പൊ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ടിക് ടിക് സൗണ്ട് കേട്ടോ. അതെ, സീറ്റ് വരെ കമ്പനി സീറ്റ് വരെ കൊള്ളാം. പക്കാ ഫിനിഷിംഗ്. കൊള്ളാം കേട്ടോ. അപ്പം ഇനി പേപ്പർ എത്ര ആളുകളുണ്ട്? പേപ്പർ 2011 ഇനി ഒരു 7-8 മാസം കൂടെ പേപ്പർ ഉണ്ട്. 7 മാസം കൂടെ പേപ്പർ ഉണ്ട്. വില എത്ര വരുന്നുണ്ട്? നമ്മളത് ഒരു 1.30 ആസ്ക് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ. 1.30 ചോദിക്കുന്നത്.
ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്യാത്ത രൂപ ആയിരിക്കും ഏകദേശം. ഇതെല്ലാം കൂടെ 12 രൂപ. 12 രൂപ. പക്ഷേ എനിക്കൊന്ന് പെയിന്റ് ഒന്നും അടിക്കണ്ട. ഒന്നും വേണ്ട. പെയിന്റ് ഒന്നും അടിക്കണ്ട. പക്ഷേ 2 ടയർ ടയറൊക്കെ ഈ ടയർ 2 ടയർ രണ്ടൊന്നും മാറിയോ? അതെ. ഏതോ പയ്യന്മാർ കൊണ്ടുവന്നേണ്ട, നല്ല രസമുണ്ട്. അപ്പം 1.30. ഇത് 2009 LX ഇപ്പൊ ടെസ്റ്റ് പുതിയ പേപ്പർ 2029 വരെ പേപ്പർ. സീറ്റ് കവറൊക്കെ പഴയതാണല്ലോ. കമ്പനി സീറ്റ്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. LX. പക്ഷെ കൊള്ളാം കേട്ടോ. പെയിൽ സിൽവർ എന്ന് പറഞ്ഞ കളറാണ്. കൊള്ളാം, നല്ല ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിന് എത്ര ആളുണ്ട്? 29 രൂപ പേപ്പറുണ്ട്. 29 രൂപ പേപ്പറുണ്ട്. ടയർ ആവറേജ് അല്ല, നല്ല ടയറുണ്ട്. പുതിയ ടയറാണ്. ബാക്കും കൊള്ളാം. അപ്പം ഇത് ഫിനാൻസ് കയറൂലല്ലോ? ഫിനാൻസ് കയറത്തില്ല. എത്ര രൂപ വണ്ടിയല്ലേ ഇത്? നമുക്ക് 1.35 കൊടുക്കാം. 1.35. 29 പേപ്പർ കിടപ്പുണ്ട്. 29 ഉണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് കിടക്കുന്ന ആൾട്ടോയെ ഇത് 2009. നമുക്ക് കളക്ഷൻ അവൈലബിൾ 6, 7, 8, 9, 10, 11 എല്ലാം ഉണ്ട്. എല്ലാത്തിന്റെ ഓരോ കളർ വെച്ചിട്ടുണ്ടല്ലേ? സിൽവർ, ഇത് ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. 5 എണ്ണം കിടപ്പുണ്ടല്ലേ? 5 എണ്ണം. അത് 5 മോഡൽ. അതെ. ഇത് ഏത് മോഡലാണ്? ഇത് 2006. 2006 ഉണ്ട്. ടയർ പുത്തനാണെന്ന് തോന്നല്ലേ? ബാക്ക് ഓക്കെയാണ്. ഇത് ഏതാണ്? LX വണ്ടി. പവർ സ്റ്റിയറിംഗ് അല്ലേ? സെക്കൻഡ് ഓണർ. ഇത് നമ്മൾ ആൾട്ടോക്ക് എത്ര മൈലേജ് കിട്ടുമോ? ആൾട്ടോക്ക് 10-12 മൈലേജ് കിട്ടും. 12 മൈലേജ് കിട്ടും. ഇത് ടെസ്റ്റ് വർക്ക് എല്ലാം ചെയ്തിട്ടേക്കണം. അതാ 26 പേപ്പർ ഉണ്ട്. 26 രൂപ എല്ലാം ചെയ്തിട്ടേക്കണം. എല്ലാം പറഞ്ഞാൽ പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം പക്കാ കിട്ടും. ഒന്നുമില്ല, എടുത്തിട്ട് ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാൻ മാത്രം മതി. നമ്മളെ ഓണർ എത്ര? ഇത് സെക്കൻഡ് ഓണർ ഉണ്ട്. സെക്കൻഡ് പറഞ്ഞായിരുന്നല്ലോ. എത്ര വയ്ക്കുന്നുണ്ടോ വണ്ടി? നമുക്ക് 1.10. 1.10 അഡ്ജസ്റ്റ് കൊടുക്കാം. പിന്നെ ഫിനാൻസ് കയറൂലല്ലോ? ഇല്ല. 2006 ഏത് മോഡലാണ്? സ്വിഫ്റ്റ് 2017 വണ്ടി. 17 വണ്ടി. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 38,000. ഓണർ എത്രയാകും? ഇത് സെക്കൻഡ് ഓണർ വണ്ടി. പാർക്കാൻ സൈല വണ്ടി കേട്ടോ. സെക്കൻഡ് ഓണർ. മറ്റേ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 465. 465 ചോദിക്കുന്നത്. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് 465. അത് ഏതാണ്? LX? VXI എയർ ബാഗ് വരുന്ന മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പിന്നെ മൾട്ടി സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിലയുടെ 465 പെട്രോൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കും. നെഗോഷ്യബിൾ ആണല്ലോ? അതെ. കൊള്ളാം കേട്ടോ. ടയറെല്ലാം പക്കേ മോഡലാകും. ഈ വണ്ടി 2014 രജിസ്ട്രേഷൻ വണ്ടി. 14 രജിസ്ട്രേഷൻ വണ്ടി. സിംഗിൾ ഓണർ. ഒറ്റ ഓണർ. 49,000 കിലോമീറ്റർ. 49,000 കിലോമീറ്റർ. നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. വണ്ടിക്ക് അകമെല്ലാം ഓക്കെയാണ് കേട്ടോ. പക്ക 49,000 കിലോമീറ്റർ ആകുമ്പോൾ സെക്കൻഡ് ടയർ മാറിക്കാണല്ലോ. അതെ. ചോദിക്കേണ്ട പുത്തൻ ടയർ ആയിരിക്കും. അതെ. വണ്ടി ഫാൻസി നമ്പറാണ്. 89. 14-ന്റേതായ ഇതുണ്ട് കേട്ടോ. പക്ഷെ കണ്ടാൽ പറയില്ല കേട്ടോ. 17 വരെ ആ ഇതുണ്ട്. അതെ. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വണ്ടി. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആരായത് എത്ര വയ്ക്കുന്നുണ്ടോ വണ്ടി? അല്ലേ ഇത് നമുക്ക് 2.5 ആസ്കിംഗ് പ്രൈസ്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2.5 2.15 25. 2.25. ഫിനാൻസ് എത്ര ഇട്ടാ കയറാം? ഫിനാൻസ് നമുക്ക് 1.25 ഫിനാൻസ് കിട്ടും. 1.25. അപ്പൊ ചെറിയ എമൗണ്ട് അടച്ചാൽ മതിയല്ലേ? അതെ. കൊള്ളാം കേട്ടോ. നല്ലൊരു വണ്ടി. ലോക്കൽ കിട്ടി. ഏത് മോഡലാകാം? കിട്ടി 2017 RST 1 ലിറ്റർ. 1 ലിറ്റർ. ഇതിന്റെ തന്നെ 800 cc ഉണ്ട്. ഇത് 1000 cc. ഇത് 1000 cc. അതെ. സിംഗിൾ ഓൺ വണ്ടി. 49 കിലോമീറ്റർ കമ്പനി സർവീസ്. കൊള്ളാലോ. സ്റ്റീരിയോ എല്ലാം വരുന്ന ടൈപ്പ് ആണല്ലേ? അതെ. ഏറ്റവും ടോപ്പ് വണ്ടി RST. അതായത് 4 ഡോർ പവറിന് 2 ഡോർ ആയിരിക്കും. 2 ഡോർ പവർ. AC പവർ സ്റ്റിയറിംഗ്. എയർ ബാഗ് ഉണ്ടാവുമല്ലോ? എയർ ബാഗ് വരുന്നില്ല. ഓപ്ഷനിലാണ് വരുന്നത്. ഓപ്ഷനിലാണല്ലോ വരുന്നത്. പക്ഷെ കൊള്ളാം കേട്ടോ. നമ്മളെ മോഡൽ എത്രയായിരുന്നു? ഇത് 2017 വണ്ടി. 17 സിംഗിൾ ഏതാ? ഓണർഷിപ്പ് സിംഗിൾ തന്നെയല്ലേ? അപ്പോൾ എത്ര വയ്ക്കുന്നുണ്ടാകും വണ്ടി? ഇത് നമുക്ക് 2.80 ആസ്കിംഗ് പ്രൈസ്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2.80. അതിനകത്തൊരു 2.5 ഫിനാൻസും കിട്ടും. കിട്ടുമല്ലോ? 50 രൂപ ഇറക്കാം. പക്ഷെ വണ്ടി കൊള്ളാം. നല്ല രസമുണ്ട്. 2017 വണ്ടി. 1 ലിറ്റർ അല്ലേ? അതെ. ശരി കൂടെ കൊള്ളാല്ലേ? നല്ല സ്പേസ് ആണ്. വലിയ വണ്ടിയാണ്. 800 അല്ലേ? 2005 വണ്ടിയാണേ. 5 വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി. ഇപ്പൊ റിന്യൂവൽ ആയിട്ടുണ്ട്. പുതിയ ടാക്സും ടെസ്റ്റും എല്ലാം എടുത്ത് ഓണർഷിപ്പ് ചേഞ്ച് നമുക്ക് കൊടുക്കാം. പക്ഷെ കൊള്ളാം കേട്ടോ. ഇവിടെ എനിക്കൊന്ന് ഉള്ളിൽ ഏറ്റവും ക്ലീൻ പീസ് ആണ് കേട്ടോ. അതെ. മാരുതിക്കകത്ത് നല്ല ക്വാളിറ്റി നിൽക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി. MPF ആണ്. എഞ്ചിൻ MPF ആണ്. AC വരും. DX ആണ്. കാരണം വണ്ടിയുടെ ക്വാളിറ്റി എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ നോക്കിയ വണ്ടി ഇതാണ്. കണ്ടാ, തുരുമ്പെന്ന് പറയുന്ന സാധനം കയറിയിട്ടില്ല വണ്ടിക്ക്. പാച്ച് വർക്കും കയറിയിട്ടില്ല.
എത്ര രൂപയ്ക്കുന്നുണ്ടോ വണ്ടിയല്ലേ? നമുക്ക് ഇതെല്ലാം എടുത്ത് ടെസ്റ്റ് ചെയ്ത് പുതിയ പേപ്പറൊക്കെ എടുത്ത് ഫൈനൽ പേര് മാറി 80 രൂപ കൊടുക്കും. 80 രൂപ ക്ലിയർ ആക്കി. പക്ഷെ അത് അതിൻ്റെതായ ക്വാളിറ്റിക്കാണ് ചോദിക്കുന്നത് അല്ലേ? ഏതാ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയുടെ വിലയാണ്. അതെ അതെ അതെ. പെയിന്റ് എല്ലാം ചെയ്തിട്ടേക്കും. അപ്പോൾ ടെസ്റ്റ് ഫീസ് അറിയാലോ, ടെസ്റ്റ് ഫീസ് ഇപ്പൊ കൂടിയതേ ഉള്ളൂ റീസെന്റ് ആയിട്ട്. അപ്പോൾ അത് എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് 80 രൂപയ്ക്ക് ഓണർഷിപ്പ് മാറി കൊടുക്കാം. ഓണർഷിപ്പ് മാറി പുതിയ പേപ്പർ 5 വർഷം. അതെ, ടെസ്റ്റ് ഫീസ് അടച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം കഴിഞ്ഞ് 80 രൂപ. 80 രൂപ ചോദിക്കുന്നത്. നീറ്റ് വണ്ടിയാണ്. ഒരു മൂന്നെണ്ണം ഉണ്ടല്ലേ? 3, 4, 5 എണ്ണം ഉണ്ടല്ലേ? ആ വണ്ടി ഇരിപ്പുണ്ട്. ഇത് എത്ര രൂപയ്ക്കുന്നുണ്ടോ വണ്ടിയിൽ? ഇത് നമുക്ക് 20 രൂപ റേഞ്ചുള്ള വണ്ടിയാണ്. 20 രൂപയ്ക്ക് ആദ്യത്തേക്ക് വണ്ടികളല്ല എല്ലാം 3 സ്കൂട്ടി.